കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന കശ്യപമുനി ഒരു യാഗം ചെയ്യുവാൻ തീരുമാനിച്ചു. എങ്ങനെ ഉള്ള പുത്രന്മാരാണ് വേണ്ടത് എന്ന് തന്റെ പത്നിയോട് ചോദിക്കുന്നു. അതിന് തനിക്ക് 1000 ബലവന്മാരായ പുത്രന്മാരെ വേണം എന്ന് പത്നിയായ കദ്രി പറഞ്ഞു. അങ്ങനെ കശ്യപമുനി യാഗം ചെയ്യുവാനായി പോയി. യാഗത്തിന് മധ്യേ യാഗാഗ്നിയിൽ നിന്ന് 1000 മുട്ടകൾ ലഭിച്ചു. കശ്യപമുനി അത് കദ്രുവിനെ ഏൽപ്പിച്ചു. ആ മുട്ടകളെ ചൂടുള്ള ഒരു കുടത്തിലാക്കി സൂക്ഷിച്ചു. കാലങ്ങൾ കടന്നുപോയി മുട്ടകൾ വിരിഞ്ഞു. 1000 നാഗങ്ങൾ പിറന്നു. ഈ പിറന്ന 1000 നാഗങ്ങളിൽ വാസുകിയും ദക്ഷകനും 2ഉം 3ഉം നാഗങ്ങൾ. എന്നാൽ മൂത്തവനായിരുന്നു ആദിശേഷൻ. പിറന്ന 1000 നാഗങ്ങളും പാതാള ലോകത്ത് ഒരു പുതിയ വംശമായി ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് നാഗലോകം ഉണ്ടായത്. എന്നാൽ നാഗങ്ങളിലെ ചിലർ ദുഷ്ടമനസ്സുള്ളവരും ഉണ്ടായിരുന്നു. ഇവർ മുകളിലുള്ള മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. ഇതിനിടയിൽ തന്റെ സ്വാർത്ഥതക്കും വഞ്ചനക്കും കൂട്ടുനിൽക്കാതെയായപ്പോൾ അമ്മയായ കദ്രി തന്റെ മക്കളായ നാഗങ്ങൾ തീയിൽ വെന്തു മരിക്കട്ടെ എന്ന് ശപിച്ചു. ഇതെല്ലാം കണ്ട് ജീവിതം തന്നെ വെറുത്ത ആദിശേഷൻ എല്ലാവരെയും വിട്ട് ഭൂലോകത്തിലേക്ക് വരും. കഠിന തപസ്സു ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ബ്രഹ്മാവിനോട് തനിക്ക് ജീവിക്കാൻ